നമ്മൾ രാവിലെ എന്ത് ഫുഡാണ് വീട്ടിലുണ്ടാക്കുന്നത് അത് തന്നെയാണ് കുഞ്ഞ് വീട്ടിൽ വൈകിട്ട് വരുമ്പോഴും അവന് കൊടുക്കാറ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോകുന്നിടത്ത് കുറച്ച് നേരത്തെ പോകണം. 7 മണിയൊക്കെ ആകുമ്പോഴേ അവൻ ഫുഡ് കഴിക്കും. അവിടെ ലേറ്റായിട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. പിന്നെ വൈകിട്ട് വരുന്നതും കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്ത് വിടണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എളുപ്പത്തിന് എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പക്കാവടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കടലമാവ് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കടലമാവ് എത്ര അളവിലെടുക്കുന്നോ അത്ര അളവിൽ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഒരു അരിപ്പ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അരിപ്പ ചീത്തയായിട്ടിരിക്കുക ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം പൊടിയും കട്ടയായിട്ടൊന്നും കിടക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ ഉപ്പ്, പിന്നെ കായപ്പൊടി, പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് അരിച്ചൊഴിച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് നല്ലതാണെന്ന് പലരും പറയുന്നത് കേട്ടു. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അത് കുഴച്ചൊരു ഇടിയപ്പത്തിൻ്റെ പരുവത്തിലെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് കൂടിപ്പോയി. അതായത് 1 കിലോ കടലമാവ് ഉണ്ടായിരുന്നു, 1 കിലോ അരിപ്പൊടി ഉണ്ടായിരുന്നു. രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോഴത്തേക്ക് കൂടിപ്പോയപ്പോൾ അമ്മ പറഞ്ഞു ഇത് നമ്മളെ കൊണ്ട് നടപടിയല്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചു, പാക്ക് ചെയ്ത് തന്നെ തിരിച്ചെടുത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ബാലൻസ് ഉള്ളതിനകത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുഴച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനകത്തിലോട്ട് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒരു പരുവം നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ താണു പോവും. ആ ഒരു പരുവത്തിന് ഞാൻ കുഴച്ചെടുത്തു. അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ച വെള്ളം കൂടെ അരച്ചൊഴിച്ചു. വെളുത്തുള്ളി ഇടരുത്, അരച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ എണ്ണ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം അത് മീഡിയത്തിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് പീച്ചി കൊടുക്കുക. ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്യുന്ന മെഷീൻസൊക്കെ ഉള്ളവരുണ്ടാവാം. എൻ്റെ കയ്യിൽ ഇതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. എനിക്ക് സൺഫ്ലവർ ഓയിലൊന്നും ചെയ്യുന്ന അത്ര ഇതില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന സൺഫ്ലവർ ഓയിലെല്ലാം സൺഫ്ലവർ സീഡിൻ്റെ തന്നെ ഓയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ വെളിച്ചെണ്ണയിൽ മാത്രമേ എന്ത് സാധനം എടുത്താലും നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം നമ്മുടെ കുഞ്ഞിന് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. കൂടുതൽ ലാഭിക്കാൻ പോയിട്ട് അവസാനം കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ചീത്തയാവുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അടുക്കളയിൽ നിന്നാണ് നമുക്ക് രോഗം എപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഓയിലി ഫുഡുകളെല്ലാം നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞിന് നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊരു ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്നൊരു പാക്കറ്റ് ഫുഡ് മേടിച്ചാൽ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നോ അതിലെന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടെന്നോ അവർ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരാളുടെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിൽ നല്ലത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടല്ലോ. നമ്മൾ നല്ല എണ്ണയിൽ വൺ ടൈം യൂസ് ചെയ്തിട്ട് നമ്മളത് കളയുന്നു, പിന്നെ നമ്മളത് നന്നായിട്ട് ചെയ്തെടുക്കുന്നു. അപ്പം നമുക്ക് തന്നെ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ പക്കാവടയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പെട്ടെന്ന് അത് റെഡി ആയി കിട്ടും. കാരണം പീച്ചി ഇടുന്ന സമയത്തൊന്ന് പത വരും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് റെഡി ആയി കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ വേണം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. എനിക്കൊരു കുഞ്ഞുവാവ കൂടി ഉണ്ട് കേട്ടോ. അവനെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ എപ്പോഴും എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നു എന്നറിയാം. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം.